ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്നത്തെ റെസിപ്പി സോയ പെപ്പർ മസാലയാണ്. ഞാനിവിടെ ചെറിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് സോയ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 10 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണിത്. നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം ഏകദേശം 2 കപ്പിനടുത്ത് വരും. പിന്നെ ഇതിലേക്ക് വേണ്ട 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓയിലിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് കുറച്ച് കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി. ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ടും പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സോയ പെപ്പർ മസാല തയ്യാറാക്കാനായി പാൻ നന്നായി ചൂടായതിനു ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഇവിടെ 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സവാളയെ ഒന്ന് നന്നായി വാടി വരണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി സവാളയും എല്ലാം നന്നായി വെന്ത് വരണം. നമുക്ക് പാത്രം കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് എന്നിവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്യണം. പൊടിയുടെ റോസ്മെല്ല് പോവണം. അതിനുശേഷം നമുക്കിതിലേക്ക് സോയ ചങ്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച പെപ്പർ പൗഡറിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് എരിവ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ട് ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ സോയ ചങ്ക്സ് ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. ചെറിയ സോയ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും. നമുക്ക് പാത്രം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇതിന് ആവശ്യത്തിന് എരിവുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടിയും 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ എരിവ് കറക്റ്റാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തി, പൊറോട്ട, അപ്പം, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.